ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് സ്കിൻ കെയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയായിരിക്കും, ഞാനിപ്പം ഡോക്ടറെ കാണിച്ച് പിമ്പിൾസിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറച്ചും ബംസും കാര്യങ്ങളൊക്കെ വന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് നിൽക്കുന്നതായിരുന്നു. അപ്പം ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം അതും പിന്നെ എന്താ പറയുക, ഓയിലി സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോയ്സ്ചേഴ്സ് പരിചയപ്പെടുത്താൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പം ഡോക്ടർ കാണിച്ച സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് ഞാൻ ഫേസിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയറിൽ നമ്മളിപ്പോൾ ഓയിൽ യൂസ് ചെയ്യില്ലേ, അത് വേറെ ഓയിലല്ല. അതായത് ഇപ്പം ഹെയർ ഓയിൽ, പല ടൈപ്പ് ഹെയർ ഓയിൽസ് യൂസ് ചെയ്യും, വെളിച്ചെണ്ണ യൂസ് ചെയ്യും. അങ്ങനെ ഒരു വെളിച്ചെണ്ണ ഞാൻ ഹെയറിൽ തേച്ച് ഫേസിൽ ഞാൻ എണ്ണ, നമ്മുടെ ഈ എള്ളെണ്ണ അങ്ങനെയൊക്കെ പറയൂലേ, എണ്ണ, അപ്പം ഇതിന് മുൻപ് ഞാൻ യൂസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ എണ്ണ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു ഫേസിൽ. അങ്ങനെ അത് പറ്റാതെ റിയാക്ഷൻ ആയിട്ടാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇപ്പം കുറേ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷെ എന്നാലും സ്റ്റിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സ്റ്റിൽ മാറിയിട്ടില്ല. ഡോക്ടറെ കാണിച്ച സമയത്ത് എന്താണ് നമുക്കൊരു അസുഖം വന്നാൽ അത് ഡയഗ്നോസ് ചെയ്യണമല്ലോ. പിമ്പിൾസിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഇങ്ങനെ തിരഞ്ഞ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞ് എണ്ണ തേച്ചത് പറ്റാത്തതാണ് മെയിൻ എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറിനോട് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം, പിമ്പിൾസ് ഉണ്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഫേസിൽ മോയ്സ്ചറൈസർ നന്നായിട്ട് യൂസ് ചെയ്യണമെന്ന്. അതായത് ഫേസിൽ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണമെന്ന്. ഞാൻ ഈ എണ്ണ തേച്ച് അതൊക്കെ അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, മോയ്സ്ചറൈസർ അധികം യൂസ് ചെയ്യൂല. ഇങ്ങനെയൊക്കെയാണല്ലോ. ഇനിയിപ്പോൾ എണ്ണ തേച്ചാൽ തന്നെ ഞാൻ മോയ്സ്ചറൈസർ കിപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം എന്നോട് പറഞ്ഞത് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓയിലി സ്കിന്നിനൊക്കെ പറ്റി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ മോയ്സ്ചറൈസറും പിന്നെ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത മോയ്സ്ചറൈസറും പറയുന്നുണ്ട്. അപ്പം വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, വ്ളോഗ്സ് ഉണ്ടാവും, അതൊക്കെയാണ് എൻ്റെ ചാനലിലുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓയിലി സ്കിന്നുകാരുടെ ഏറ്റവും വലിയ കൺസേൺ എന്താ വെച്ചാൽ, നമ്മുടെ സ്കിന്ന് എന്തായാലും ഓയിലി അല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ നമ്മൾ ആ ഒരു എന്താ പറയുക, വാട്ടർ കണ്ടൻ്റ് എല്ലാം ലോക്ക് ചെയ്ത് വെക്കാനുള്ള അതിൻ്റെ ആവശ്യം നമുക്ക് എന്താ എന്നായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക. നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു, എന്തിനാ മോയ്സ്ചറൈസറിൻ്റെ അതൊന്നും ആവശ്യമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ഡോക്ടർ വാഷ് വാങ്ങിയിട്ട് അലക്കുന്ന സമയത്ത്, ഞാൻ 9th പഠിക്കുന്ന സമയത്ത്, അന്നൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓയിലി സ്കിൻ ആയിരുന്നു കേട്ടോ എൻ്റെ. ഇപ്പം എന്നാലും കുറവുണ്ട്. ആ ടൈമിൽ ഞാൻ ഡോക്ടർ വാഷ് ഇട്ടിട്ട് ഫേസ് കഴിക്കുമായിരുന്നു, കാരണം ഓയിൽ വരാതിരിക്കാൻ. അങ്ങനെയുള്ള ഞാനിപ്പം മൈൽഡ് ജെൻറ്റിൽ ക്ലെൻസേഴ്സിൽ എത്തിയിട്ടുണ്ട്. നമ്മളോരോന്നും പുതിയതായിട്ട് പഠിച്ച് വരുമ്പോഴല്ലേ. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സും പിന്നെ കുറച്ച് നല്ല മോയ്സ്ചറൈസേഴ്സുമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ ആയിരിക്കും കേട്ടോ. ഓയിലി കോമ്പിനേഷൻ അതിനൊക്കെ പറ്റും. ഇതാണ് പ്രൊഡക്റ്റ്, ഡെർമാക്കോൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. അടിപൊളി മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ അടിപൊളി മോയ്സ്ചറൈസറാണ്. എൻ്റെതൊക്കെ ചെറിയ പാക്കായിരിക്കും, വലിയ പാക്ക് ഉണ്ടാവില്ല, കാരണം ഞാൻ സ്മിറ്റന്ന് ട്രയൽ വാങ്ങി യൂസ് ചെയ്തിട്ട് പിന്നെ വലുത് വാങ്ങാറാണ്. നമുക്ക് ഏതാണ് സ്യൂട്ട് ആവാന്നുള്ള അറിയില്ലല്ലോ. അപ്പം ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. സെറാമൈഡ് ഉണ്ട്, ഡെയിലി മോയ്സ്ചറൈസറാണ്. നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡേയിലും നൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക, പിമ്പിൾസ് ഒന്നും വരില്ല കേട്ടോ ഇതിന്. അതായത് ഇത് നോൺ കൊമീഡോജോനിക് അങ്ങനെയല്ലേ പറയാം, അങ്ങനെ ആയിട്ടുള്ള ഇതാണ്. അതായത് നമ്മുടെ പോഴ്സ് ക്ലോക്ക് ആവില്ല. ഈ പോഴ്സുകളില്ലേ, നമ്മുടെ സുഷിരങ്ങൾ ഇങ്ങനെ കണ്ട എൻ്റെ ഫേസിലില്ലേ, നമ്മളെല്ലാവരും ഫേസിലും ഇല്ലേ, അത് ക്ലോഗ് ചെയ്യാതെ നമ്മൾ സംരക്ഷിക്കും കേട്ടോ. ക്ലോഗ് ചെയ്താലാണ് പിമ്പിൾസും ആക്നി ബാക്ടീരിയ എല്ലാം ഉണ്ടാവുക. അങ്ങനെയാണ് ഇപ്പം എനിക്ക് പറ്റിയത്. ക്ലോഗ് ചെയ്യാതെ എന്താ പറയുക, സ്കിൻ ബാരിയറൊക്കെ റിപ്പയർ ചെയ്ത് അങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഇത്. അടിപൊളി മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ റിഗ്രറ്റ് ചെയ്യില്ല, ഇഷ്ടമാവും, പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനാവും. അത്രയും ബെസ്റ്റായിട്ടുള്ള മോയ്സ്ചറൈസർ ആദ്യം കാണിക്കും. ഇതാട്ടോ ഫസ്റ്റ് വണ്ണ്, അടിപൊളി മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുകാർ, കോമ്പിനേഷൻ സ്കിന്നുകാർ, ആക്നി പ്രോൺ സ്കിന്നുകാർ, ഈ 3 സ്കിന്നുള്ളവർക്കും ബെസ്റ്റായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ക്ലെൻസിങ് കഴിഞ്ഞ് നിങ്ങൾ ഫേസിൽ എന്ത് ചെയ്തിട്ടില്ല, എന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസർ
സ്കിപ്പ് ചെയ്ത് എന്നോട് ഡോക്ടർ അതെന്നാ പറഞ്ഞത്, മോയ്സ്ചറൈസിങ് സ്കിപ്പ് ചെയ്യരുത്. അതെന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനത്തെ ആയിരിക്കണം എന്തായിരിക്കണം എന്നൊക്കെ ആയിട്ടുള്ള. അപ്പം ഇതാണ് ഫസ്റ്റ് വൺ. ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് നമുക്ക് സ്മിറ്റന് ഇങ്ങനത്തെ ചെറുത്ത് വാങ്ങി യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുത് വാങ്ങാം. എനിക്ക് തോന്നുന്നില്ല ഇത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇത് ഓക്കെ ആവില്ല എന്ന്. ആക്നി പ്രോൺ ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതാട്ടോ. നമുക്ക് ആക്നി ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ മടിയായിരിക്കും. പക്ഷെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് സൂത്തനാവും, കാമാവും, സ്കിന്നിന് എന്താ പറയുക, നമ്മളൊരു ഇഷ്ടമാവും. അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് വണ്ണ്. ഇനി സെക്കൻഡ് വണ്ണ് കാണിച്ചു തരാം. സെക്കൻഡ് വണ്ണ് വരുന്നത് എൻ്റെ എല്ലാം മിനി ക്യൂട്ടായിട്ടുള്ള ചെറിയ പാക്കേജ് ആയിട്ടുള്ളതായിരിക്കും. സ്മിത്തിൻ്റെ ആയതുകൊണ്ട് ഇതാണ് സെക്കൻഡ് വണ്ണ് വരുന്നത്. ക്ലിയർ ആയോ? ഞാനല്ലേ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വണ്ണ് വരുന്നത്. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ പാക്കേജിങ് അടിപൊളിയല്ലേ? സത്യം പറഞ്ഞാൽ ഞാനിത് മോയ്സ്ചറൈസർ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങി. അല്ലെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ് കണ്ടിട്ട് ഞാൻ പലരുടെ കയ്യിലും കണ്ടിട്ടുണ്ട് ഈ പാക്കേജിങ് ഉള്ള സാധനം. ഇതിൻ്റെ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ ഒരു മാംഗോൻ്റെ വരുന്ന അങ്ങനെ ഉണ്ട്, പിന്നെ ഇതുമുണ്ട്. അപ്പം ഓയിലി സ്കിന്നിന് ബെറ്റർ ആയത് ഇതാണ്. അതൊന്നുമല്ല, ഞാൻ സത്യം പാക്കേജിങ് നോക്കി വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സെക്കൻഡ് വണ്ണ് അടിപൊളിയാണ്. ഇത് നമുക്ക് പറയുമ്പോൾ 72 hours മോയ്സ്ചർ ലോക്ക് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് സമ്മർ, വിൻ്റർ, നമുക്ക് ഓയിലി സ്കിന്നുകാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് വിൻ്ററിൽ നമ്മളെ സ്കിൻ ഇങ്ങനെ ആയിരിക്കും. വിൻ്റർ ആണെന്നില്ല, ഇന്നലെ അങ്ങനെയുള്ള സ്കിന്നാണെങ്കിൽ ഇന്ന് കുറച്ചും കൂടി ഓയിലി ആയിരിക്കും. ചിലപ്പം നമ്മുടെ പീരിയഡ്സ് ടൈമിലാണെങ്കിൽ അത് കുറച്ചും കൂടി ഓയിലി ആവും, ചിലപ്പോൾ അത് ഓയിലി ആയിരിക്കില്ല, ഭയങ്കര ഡ്രൈ ആയിരിക്കും. നമ്മുടെ ഓയിലി സ്കിന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക, ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഏത് ടൈമിലും യൂസ് ചെയ്യാൻ പറ്റിയതാട്ടോ. പിന്നെ ഇതിൽ സെറാമൈഡൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വലിയ പാക്കേജിങ്ങിൽ കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വെള്ളം പോലെ. ഇതിലില്ലാന്നല്ല കേട്ടോ, ഉണ്ട് വെള്ളം പോലെ. നല്ലൊരു സ്മെല്ലൊക്കെയാണ്. നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരു മണം, വെള്ളത്തിൻ്റെ ഇപ്പം എങ്ങനെ പറയുക, ഒരു ജെല്ലിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മണം. നല്ല നൈസായിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഫേസിൽ യൂസ് ചെയ്യുന്ന വാങ്ങുമ്പോൾ സ്മെല്ല് കുറഞ്ഞിട്ടുള്ളത് നോക്കി വാങ്ങണം കേട്ടോ. സ്മെല്ല് കുറവുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് പെർഫ്യൂം ആഡ് ചെയ്യുന്ന സമയത്ത് അത് സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ചോദിച്ചാൽ വാങ്ങും, പക്ഷെ അതിൽ ഭയങ്കര പെർഫ്യൂം ആണെന്നുണ്ടെങ്കിൽ പെർഫ്യൂം ഡയറക്റ്റ് സ്കിന്നിൽ അടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും പെർഫ്യൂം അത്ര നല്ലതല്ല. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് മോയ്സ്ചറൈസർ. അപ്പം നമ്മുടെ തേർഡ് മോയ്സ്ചറൈസർ ഇതാണ്. ഇതൊരു പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അതായത് സെറാമൈഡൊക്കെ വരുന്ന ബാരിയർ ലവ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഞാൻ സ്മിറ്റന്ന് വാങ്ങിയതാണ്. ഞാനിങ്ങനെ അധികം പ്രൊഡക്റ്റും സ്മിറ്റന്ന് വാങ്ങുന്നത്. നമുക്ക് യൂസ് ചെയ്തിട്ട് എന്താ സ്ഥിതി എന്ന് അറിയാലോ. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസേഴ്സ് എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര ലൈറ്റ് വെയ്റ്റും ഇതിൻ്റെ ടീ ട്രീൻ്റെ ഒക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയാട്ടോ അതൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് വൺ വരുന്നത്. ഫോർത്ത് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അടിപൊളി പറഞ്ഞിട്ട് ഞാനും മേടിച്ച് യൂസ് ചെയ്തു. വാസ്ലിൻ ഗ്ലൂട്ടാഹയ. അതുകൊണ്ടോ, ഇത് ഇത്ര ആയിട്ടേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറഞ്ഞ്, സത്യം പറയട്ടെ, ഹൈപ്പിനുള്ള സാധനം ഇതില്ല. സത്യം പറയണേന് എന്താ, ഹൈപ്പിനുള്ള സാധനം ഇതില്ല. ഇത് എല്ലാവരും പറഞ്ഞ നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് തേച്ചാൽ വൈറ്റമിൻ സി 10 എക്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും. ഒരു തേങ്ങയില്ലേ. സത്യം പറയണേന് എന്താ, ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചർ ആണെന്ന് മാത്രമുണ്ട്. ഇത് ഞാനൊരു ഓയിലി സ്കിന്നാണ്, പക്ഷെ ഉള്ള ആളാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എന്ത് വേണ്ട, ഒരുപാട് ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണ്ട, ശരിയാണ്. ഇതാ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഇതാ ബ്ലെൻഡായി കഴിഞ്ഞ്. ഇത് വെള്ളം പോലത്തെ ഒരു സാധനമാണ്, വെള്ളം പോലത്തെ യൂസുമാണ്. ഇതിന് വലിയൊരു യൂസ് ഇല്ല കേട്ടോ. നമുക്ക് മോയ്സ്ചറൈസറിന് പകരമായിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എനിക്ക് പലപ്പോഴും യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്ന് മോയ്സ്ചറൈസർ ആവുന്നില്ല. പിന്നെ ഇതെല്ലാം ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ എന്താ പറയുക, വലിയൊരു എക്സ്പെരിമെൻ്റ് ഒന്നും നടത്തിയിട്ടല്ല. എനിക്കപ്പോൾ തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്.
അങ്ങനെ ഹൈപ്പ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഞാനിത്. ഇതിന് നല്ല പെർഫ്യൂമുണ്ട്, നല്ല സ്മെല്ലാണ് ഇതിന്. നമുക്കൊരു ബോഡിയിൽ, ഇതിൽ ബോഡി എന്നാണ് പറയുന്നത്, ശരിക്കും ഇത് ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു അങ്ങനെ മാത്രമേ ഇതിന് യൂസ് ഉള്ളൂ. ഇത് ഫേസിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ പലർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്കിത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന ഫീലില്ല. പിന്നെ നല്ല വിൻ്റർ, നമ്മുടെ സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. എനിക്ക് അത്ര വർക്ക് ചെയ്യാത്തൊരു മോയ്സ്ചറൈസറാണ്. കണ്ട, ഇതിനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഓക്കെയാണ്. നമുക്ക് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ കൊമജോഡോണിക് ആണ്, ഗ്ലൂട്ടാഹയ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബ്രൈറ്റനിങ്ങോ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ നല്ല സ്മെല്ല് നമുക്ക് ബോഡിയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്ത്, നല്ല സ്മെല്ലുള്ളതൊക്കെ ചിലർക്ക് ഇഷ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സത്യമായിട്ടുള്ള റിവ്യൂ ആണത്. പക്ഷേ എല്ലാവരും ഭയങ്കര ഹൈപ്പ് ഇട്ട് പറഞ്ഞ് അത് കേട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് യൂസ് ചെയ്താൽ ഫേസിലും കൂടി ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചു, ഇങ്ങനെ ആയത്. പ്രത്യേകിച്ച് അതാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ മോയ്സ്ചറൈസർ. പിന്നെ 5ാമത് വരുന്നത് എനിക്ക് പണി തന്നിട്ട് മോയ്സ്ചറൈസർ എനിക്കാട്ടോ. ഇത് ഡവിൻ്റെ മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഡ്രൈ സ്കിന്നായിരിക്കും, ഒരിക്കലും ഓയിലി സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാ? ഞാൻ പറഞ്ഞു ഡവ്. ഇത് ഹസ്ബൻഡ് വന്ന സമയത്ത് എനിക്കും ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സിനും തന്നിരുന്നു. അതായത് എൻ്റെതും, എനിക്ക് 3 സിസ്റ്റർ ഇൻലോസ് ആണ്. അതിൽ നടുവിലുള്ള താത്തൻ്റെ സജന, ഓരിക്കും ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾ വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ട്. കാരണം ഞങ്ങളത് രണ്ടാളതും ഇത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡവിൻ്റെ കണ്ടില്ലേ, ഇത് ഭയങ്കര തിക്കാണ്, ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ യൂസ് ചെയ്ത് ഇത്ര ആയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര തിക്കാത്. അതുകൊണ്ടായിരിക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് പറ്റാത്തതെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതെൻ്റെ മോൾക്കൊക്കെ തേച്ചിട്ട് നല്ല അടിപൊളി, മോളൊക്കെ സ്കിന്ന് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഭയങ്കര തിക്കാണ്, ഭയങ്കര തിക്ക ഇങ്ങനെ ഉണ്ടാവും. നല്ല ഒരു സോഫ്റ്റ് ഒക്കെ ആണ് നമുക്ക് തേച്ചാൽ. പക്ഷെ ഇത് ബോഡിയിലായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മുടെ ഫേസിൽ പോഴ്സൊക്കെ ക്ലോഗ് ചെയ്തിട്ട് പിമ്പിൾസ് വരുത്തുന്നുണ്ട്. അപ്പം ഇത് ഓയിലി സ്കിന്നായിരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ സിസ്റ്റർ ഇൻ ലോസിൽ ലാസ്റ്റത്തെ ആളുണ്ട്, ആയിഷൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ്. അതായത് ഡ്രൈ അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫേസിൽ പിമ്പിൾസ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു നോർമൽ സ്കിന്നാണ്. ആൾക്കിത് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട്. അപ്പം ഓരോ സ്കിൻ ടൈപ്പും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്മിറ്റെന്നും ട്രയൽ പ്രൊഡക്ട്സ്, അതായത് ഞാൻ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങി പറഞ്ഞില്ലേ, അതുപോലെ ട്രയൽ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ഏതാണോ നമ്മുടെ സ്കിന്നിന് പറ്റുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുന്നതായിരിക്കും നല്ലത്. കുറേ നമ്മൾക്ക് വിൻ്റർ ടൈമിലൊക്കെ ചിലപ്പം ഇത് ഓക്കെ ആയിരിക്കും. കാരണം ഓയിലി സ്കിന്നെന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് ഡ്രൈ പാച്ചസ് ഉണ്ടാവാറുണ്ട്. ഓയിലി സ്കിൻ ആണെങ്കിലും പോലും എനിക്ക് ഡ്രൈ പാച്ചസ് ഉണ്ടാവാറ്. എൻ്റെ നോസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വരും ചില ടൈമിൽ. ആ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ബെറ്റർ ആയിരിക്കും. ഇത് ഇപ്പം എന്തായാലും എന്നോട് ഡോക്ടർ ഇപ്പം യൂസ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മുടെ 6th പൊസിഷനിൽ വരുന്നത് ഒരു അലോവേറ ജെല്ലാണ്. അതായത് സിറോണൻ്റെ. ഒരു ടൈമിൽ ഞാൻ ഇത് നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു കേട്ടോ. ഈ അലോവേറ ജെല്ലിന് ഭയങ്കര ഹൈപ്പുള്ളൊരു ടൈമില്ലായിരുന്നു. അങ്ങനെ ആ ടൈമിൽ ഇതും എനിക്ക് സിറോണൻ്റെ 3 പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിയിട്ട് അങ്ങനെ കിട്ടൂലേ, ഷിപ്പിംഗ് ചാർജിൽ 3 പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങിയതായിരുന്നു ഞാനിതും. ഇത് കണ്ടില്ലേ, നോർമൽ അലോവേറ ജെൽ, ഇത് ഇത്ര ആയിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, ഇതാ കണ്ട, ലൈറ്റ് വെയിറ്റ് ആണ്, അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് സ്കിന്നിന് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് എഫക്റ്റ് കിട്ടുന്നില്ല, മോയ്സ്റ്റ് ആക്കുന്നില്ല. എല്ലാം എൻ്റെ ഇടത് കയ്യിലാണ് തേച്ചത്, ഇത് എൻ്റെ വലത് കയ്യിലിരിക്കട്ടെ. കണ്ട, ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ട, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ട, അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇതാവും. എല്ലാ അലോവേറ ജെല്ലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് മുൻപും ഞാൻ മാമാർത്തിൻ്റെ ഒരു അലോവേറ ജെല്ല് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിരുന്നു. അതും സെയിം തന്നെയാണ്. നമുക്ക് ഈ അലോവേറ ജെല്ല് നമ്മൾ നോർമലി ഉള്ളത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു മോയ്സ്ചറൈസിങ് കിട്ടുന്നുണ്ട്. ഇതിലൊന്നും കണ്ട മോയ്സ്ചറൈസിങ് ഇല്ല. ഇത് കണ്ടോ, പോയി, കണ്ടില്ലേ, അതങ്ങ് ബ്ലെൻഡായി പോയി.
ബ്ലെൻഡായിപ്പോയി. അങ്ങനെ എന്താ പറയുക, നമുക്കൊരു മോയ്സ്ചറൈസറിൻ്റെ യൂസ് ഇല്ല, മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നില്ല, അങ്ങനെ ആട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ 6 പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഞാൻ യൂസ് ചെയ്തതിലുള്ള, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ഡോക്ടർ ഷെത്തിൻ്റെത്. ഡോക്ടർ ഷെത്തിൻ്റെ ഞാനൊന്ന് ഒരു പ്രാവശ്യം വാങ്ങി യൂസ് ചെയ്തതിന് കുറേ മുൻപ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയില്ല, എന്തേ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് അടിപൊളി മോയ്സ്ചറൈസർ കേട്ടോ, ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ. നിങ്ങൾക്ക് അതിൽ സെറാമൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വെറുതെ ആണെങ്കിൽ പോലും വീട്ടിൽ നിങ്ങൾക്ക് സ്കിൻ കെയറിന് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലെൻസർ മോയ്സ്ചറൈസർ, അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം ഒരു മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റാണ്. ഇത്രയും കുരു വന്ന് പാലിരിക്കുന്ന എന്നോടും ഡോക്ടർ പറഞ്ഞെന്താ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. കാരണം മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒരു സൂത്തായി കാമായി അങ്ങനെ നിൽക്കും. 2 നേരം ഡീപ്പായിട്ടുള്ള മോയ്സ്ചറൈസിങ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി കുറച്ച് നല്ല മോയ്സ്ചറൈസേഴ്സ് ആയിട്ട് വരുന്നത് സെറ്റാഫിൽ ഭയങ്കര ഡ്രൈ ആണ്. അല്ല, ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ്. അതായത് ഭയങ്കര കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് എനിക്കത് സെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാനൊരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ കസിൻ തന്നെ കൊടുത്ത്, അവളടുത്ത് നിന്നും പിടിച്ച് വാങ്ങിയിട്ട് അവൾക്ക് തന്നെ കൊടുത്തു. കാരണം എനിക്ക് സെറ്റ് ആവുന്നില്ല. ഈ ഡോക്ടർ പറഞ്ഞ മോയ്സ്ചറൈസർ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ആക്നിമിസ്റ്റ്. ഇത് ആക്നി ഉള്ളവർക്ക് ഇത് ആക്നി ഉള്ളവർക്കൊക്കെ ബെറ്റർ ആയിരിക്കും. നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്, കുഴപ്പമില്ല. പക്ഷേ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നതിന് പകരം ഇത് വാങ്ങി യൂസ് ചെയ്താൽ മതി. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഇതാ തോന്നിയത്. ഇതാണ് എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നത്. അടിപൊളിയായിരിക്കും ഇത് യൂസ് ചെയ്യാൻ. തല തിരിച്ചിട്ടുള്ള അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഇതിനൊരു സ്മെല്ലുണ്ട്, നന്നായിട്ടൊരു കുത്തുന്ന മണമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇതിനേക്കാളും ബെറ്റർ ഇതാണെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പം എൻ്റെ മോയ്സ്ചറൈസിങ് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഏറ്റവും നന്നായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ട് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് വെച്ചിട്ടും എൻ്റെ സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ടാണ് പറയുന്നത്. ഒരാൾ ഉറങ്ങി എണീച്ച് വരുന്നുണ്ട് കേട്ടോ. ബൈ പറഞ്ഞാൽ ബൈ ബരി. അപ്പം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.